നമസ്തേ. ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കവികളുടെ ജന്മകാലാണ്. അതായത് കാലക്രമാനുസാർ കവിയോം കാ ജന്മകാൽ. കഴിഞ്ഞ സെറ്റ് എക്സാമിന് 2024 നടന്ന സെറ്റ് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. इन कवियों को आरोही क्रम में व्यवस्थित कीजिए എന്നുള്ളത്. എന്നിട്ട് ഓപ്ഷൻസ് പന്ത്, ഹരിയൗദ്, അഗ്യേയി, ശ്രീധർ പാഠക് എന്നിവരുടെ ജന്മകാല്. അതാണ് ആദ്യം ആരാണ് ജനിച്ചതെന്നുള്ള ഓർഡറിലാണ് ചോദിച്ചത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ശ്രീധർ പാഠകാണ്, പിന്നെ ഹരിഹൗദ്, പിന്നെ പന്ത്, പിന്നെ അഗ്യേയി. 1865 ശ്രീധർ പാഠക്, ഹരിയൗദ് 1859, പന്ത് 1900, അതുപോലെ തന്നെ 1911 അഗ്യേയി. അപ്പോൾ ശ്രീധർ പാഠകാണ് ആദ്യം വരിക 1859, പിന്നെ ഹരിയൗദ് 1865, പിന്നീട് പന്ത് 1900, പിന്നീട് അഗ്യേയി 1911. അപ്പോൾ ഇതുപോലെ വരുന്ന ഹിന്ദി സാഹിത്യത്തിൽ വരുന്ന മറ്റു കവികളുടെ ജന്മകാലമൊന്ന് നമുക്ക് നോക്കാം. ആദ്യം ആദ്യകാലീൻ കവികൾ. അതിൽ സാത്വീം വരുന്ന കവിയാണ് സർഹപ്പ, ആഡ്വീം സ്വയംഭൂ, നവീം ദസ്വീം പുഷ്പദന്ത്, 11വീം ഹേമചന്ദ്, 12വീം അബ്ദുൽ റഹ്മാൻ, 13വീം ഗോരഖ്നാഥും വരുന്നുണ്ട്, അതുപോലെ തന്നെ അമീർ ഖുസ്രോ വരുന്നുണ്ട്, 14വീമിൽ ശ്രീധറും വരുന്നുണ്ട്, അതുപോലെ തന്നെ വിദ്യാപതി വരുന്നുണ്ട്. അടുത്തത് ഭക്തികാലീൻ और രീതികാലീൻ കവികളാണ്. 1388 റൈദാസ്, 1398 കബീർദാസ്, 1415 ധന്ന, 1425 പീപ്പ, 1451 ജംബുനാഥ്, 1455 ഹരിദാസ്, 1469 ഗുരുനാനക്, 1478 സൂർദാസ്, 1516 മീര, 1532 തുളസീദാസ്. അപ്പോൾ ഭക്തികാലിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കവികളാണല്ലോ കബീർദാസ്, അതുപോലെ തന്നെ സൂർദാസ്, മീരാഭായി, തുളസീദാസ്. അപ്പോൾ ചിലപ്പോൾ അവരുടെ 4 പേരുടെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്തത് 1538 ഗംഗ്, 1541 കൃപാറാം, 1544 ദാദുദയാൽ, 1553 റഹീം, 1555 കേശവദാസ്, 1570 നാഭാദാസ്, 1574 മലോക്ദാസ്, 1589 സേനാപതി, 1595 ബിഹാരി, 1596 സുന്ദർദാസ്, 1609 ചിന്താമണി. അപ്പോൾ ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. റഹീമുണ്ട്, കേശവദാസ് ഉണ്ട്, ബിഹാരി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. പിന്നീട് 1613 ഭൂഷൺ, 1617 മത്തിറാം, 1626 ജസ്വന്ത്, 1673 ദേവ്, 1689 ഘനാനന്ദ്, 1699 രസ്ലീൻ, 1753 പത്മാഗർ, 1766 ഠാക്കൂർ, 1820 ദ്വിജേവ്. അപ്പോൾ ഇതിൽ ഭൂഷൺ, മതിറാം, ദേവ്, ഘനാനന്ദ്, പത്മാഗർ, ഠാക്കൂർ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണോ ഒന്ന് നോക്കി വെക്കുക. അടുത്തത് നീതിപരക്കവി 1722 ഗിരിധർ കവിറായ്, 1777 സമ്മൻ, 1782 വൈത്താൾ, 1802 ദീൻദയാൽ. അടുത്തത് ആധുനികാലീന കവി ലേഖക് അവരുടെ ഒരു ജന്മകാലമാണ്. ആദ്യം വരുന്നത് 1850 ഭാരതേന്ദു ആണ്, 1855 പ്രേംഖൻ, 1856 പ്രതാപ് നാരായൺ മിശ്ര, 1857 ജഗ്മോഹൻ, 1858 അംബികാദത്ത് വ്യാസാണ്, 1859 ശ്രീധർ പാഠക്, 1858 അംബികാദാസ്, 59 ശ്രീധർ പാഠക്, 1864 മഹാവീർ പ്രസാദ് ദ്വിവേദി, 1865 തൊട്ടടുത്ത ഇയറിൽ തന്നെ ഹരിയൗദ് ഉണ്ട്, 1866 ജഗന്നാഥ്. അപ്പോൾ തൊട്ടടുത്ത വരുന്ന വർഷങ്ങളിൽ ആരൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത 1868 റായ്ദേവി പ്രസാദ് പൂർണ്ണ, 1872 രാംചരിത് ഉപാധ്യായ്, 1875 കമല പ്രസാദ് ഗുരു, 1880 പ്രേംചന്ദ് നമുക്കറിയാം, 1884 രൂപ് നാരായൺ പാണ്ഡെ, 1884 തന്നെ രാംചന്ദ്ര ശുക്ലുണ്ട്, 1886 മൈഥിലി ശരൺ ഗുപ്ത. സെയിം ഇയറിൽ തന്നെ 1886 ലോജൻ പ്രസാദ് പാണ്ഡെ ഉണ്ട്, 1889 പ്രസാദ് ഉണ്ട്, ജയശങ്കർ പ്രസാദ് ഉണ്ട്, പിന്നെ 1889 മഖൻലാൽ ചതുർവേദി ഉണ്ട്, അതുപോലെ തന്നെ 1895 മുക്കുട്ടധർ പാണ്ഡെയും ഉണ്ട്, 1895 തന്നെ വിയോഗി ഹരി ഉണ്ട്.
സിയാറാം ശരൺ ഗുപ്ത്. 1895 മുക്കുട്ദാർ പാണ്ഡെയും സിയാറാം ശരൺ ഗുപ്തും. അടുത്തത് 1896 വിയോഗി ഹരി. 1898 കിഷോരിലാൽ വാജ്പേയി. 1899 നിരാല. അപ്പോൾ നിരാലയുടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചായവാദി കവികൾ ചോദിക്കുകയാണെങ്കിൽ അപ്പോൾ ആദ്യം വരുന്നത് പ്രസാദാണ് 1889. പിന്നീട് വരുന്നത് 1899 നിരാല. പിന്നെ 900 പന്ത്. പിന്നെ മഹാദേവി ചോദിക്കുകയാണെങ്കിൽ 1907 മഹാദേവി. അപ്പോൾ ആദ്യം പ്രസാദ് നിരാല പന്ത്. അപ്പോൾ പ്രസാദ് വരുന്നുണ്ട്, പിന്നെ നിരാലയാണ്, പിന്നെ പന്ത്, പിന്നെ മഹാദേവി ചെറുതാണ്, അങ്ങനെ ആലോചിക്കാം. പ്രസാദ് വലുത്, രണ്ടാമത് വരുന്നത് നിരാല, മൂന്നാമത് പന്ത്, നാലാമത് മഹാദേവി. അടുത്തത് 900 പന്ത്. പിന്നെ 1903 ഭഗവതി ചരൺ വർമ്മ. 1905 മോഹൻലാൽ ദ്വിവേദി. 1905 സുഭദ്രാകുമാരി ചൗഹാൻ. 1907 മഹാദേവി വർമ്മ. 1907 തന്നെ ഹരിവംശ റായ് ബച്ചൻ. 1907 തന്നെ ഹസാരി പ്രസാദ് ദ്വിവേദി. അപ്പോൾ 3 ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തികൾ ആ ഇയറിൽ തന്നെ വരുന്നുണ്ട് 1907. അടുത്തത് 1908 രാംധാരി ധിൻകർ വരുന്നുണ്ട്. അത് 1911 കേദാർനാഥ് അഗ്രവാൾ. 1911 തന്നെ നാഗാർജുൻ. സെയിം ഇയറിൽ തന്നെ 1911 തന്നെ അഗ്യയി വരുന്നുണ്ട്. പിന്നെ 1911 തന്നെ ഷംഷേർ ബഹാദൂർ സിംഗ്. അപ്പോൾ 4 പേരാണ് 1911 കേദാർനാഥ്, നാഗാർജുൻ, അഗ്യയി, ഷംഷേർ. നെക്സ്റ്റ് 1915 ശിവമംഗൾ സിംഗ് സുമൻ വരുന്നുണ്ട്. 1917 ത്രിലോചൻ. 1917 തന്നെ മുക്തിബോധ്. അപ്പോൾ ത്രിലോചനും മുക്തിബോധും സെയിം ഇയറാണ്. നെക്സ്റ്റ് വരുന്നത് 1921 രേണു. അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കവികളുടെ ജന്മകാലമാണ്. അപ്പോൾ ഇത്രയും എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് മനസ്സിലാക്കുക. കഴിഞ്ഞ 2024 സെറ്റ് എക്സാമിന് ചോദിച്ചൊരു പാറ്റേൺ ക്വസ്റ്റ്യനാണ്. അതുപോലെ 22 മുൻവർഷ ചോദ്യപേപ്പറുകളൊക്കെ നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ധന്യവാദം.